മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. INTUC ജില്ലാ സമ്മേളനവും ശില്പശാലയും 22-ന് നിലമ്പൂരിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. INTUC മലപ്പുറം ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. INTUC ജില്ലാ മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ പ്രഥമ ജില്ലാ സമ്മേളനമാണ് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ ആര്യാടൻ മുഹമ്മദ് നഗറിൽ നടക്കുന്നത്. 22-ന് രാവിലെ 10 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സമ്മേളനവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് മലയാലപ്പുഴ ജ്യോതിഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA, VS ജോയ് MLA, VP ഫിറോസ്, ജോമേഷ് തോമസ് എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ 750 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. മോട്ടോർ തൊഴിലാളി യൂണിയൻ ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്നിങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും വിളിച്ചത് എന്താ ചോദിച്ചാൽ, കഴിഞ്ഞ സംസ്ഥാനത്ത് 1.5 വർഷത്തോളമായി ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റി പുതിയതായിട്ട് രൂപീകരിച്ചിട്ട്, അതിനുശേഷം ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ച്, അങ്ങനെ മലപ്പുറം ജില്ലയിൽ ജില്ലാ സമ്മേളനവും അതിൻ്റെ ഒരു ശില്പശാലയും പ്രഥമ സമ്മേളനമാണ് ഈ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ ആര്യാടൻ നഗർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ചേർക്കുന്ന ആര്യാടൻ മുഹമ്മദ് നഗറിൽ ബഹുജന പങ്കാളികൾ 700-750 ആളുകളുടെ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനവും ശില്പശാലയും നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കുകയും കൂടി വേണം ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശം. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിന്റെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ കലാം MLA, നിലമ്പൂരിന്റെ പ്രിയങ്കരനായ ആര്യാടൻ ഷൗക്കത്ത് MLA, DCCയുടെ പ്രസിഡന്റ് VS ജോയ് MLA ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന ഫെഡറേഷന്റെ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാലപ്പുഴ ശില്പശാല ഉദ്ഘാടനവും തുറന്നുള്ള ക്ലാസുകളും എടുക്കുന്നതാണ്. സമ്മേളനത്തിന് ശേഷം ജില്ലാ INTUC പ്രസിഡന്റ് VP ഫിറോസും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തന മാർഗരേഖ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് ഉടമകളെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും ഇതിന് 3 മാസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. നിരന്തരമായി നമ്മുടെ സംസ്ഥാന നേതൃത്വം ഗവൺമെന്റുമായി ആശയവിനിമയം നടത്തിയതിന്റെ ഭാഗമായിട്ട് മുൻകാലങ്ങളിനേക്കാൾ കൂടുതൽ തൊഴിലാളികളെ പരിഗണിച്ചുകൊണ്ട് ഈ മേഖലയെ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് മേഖലയായി കാണും. അതിനെ സംരക്ഷിക്കും, കൂട്ടത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കും. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് മന്ത്രി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പിന്മേൽ കാത്തിരിക്കുകയാണ്. ആ ഉറപ്പ് നടപടിയും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയതിനു ശേഷം ബാക്കി തീരുമാനങ്ങൾ INTUC എടുത്തതായിരിക്കും. മോട്ടോർ വാഹന മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണാൻ സംഘടന ആത്മാർത്ഥ ശ്രമം നടത്തുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ആര്യാടൻ ഷൗക്കത്ത് MLAക്കെതിരെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് CPM ഉയർത്തുന്നത് അവരുടെ ഭരണകാലത്ത് നിയമിച്ച താൽക്കാലിക ജീവനക്കാരുടെ ജോലി പോകുമോ എന്ന ആശങ്കയിൽ നിന്നാണെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം CPM ഓഫീസുകളിൽ നിന്നും കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത്. എന്നാൽ MLA ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിഷ്പക്ഷ നിലപാടുകളാണ് CPMനെ പ്രകോപിപ്പിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ശക്തമായി INTUC അതിനെ എതിർക്കുകയാണ്. സാധാരണക്കാർ, പാവപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുണ്ട്. അവിടെയൊക്കെ അവരെ നിയമിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് നടക്കുന്ന, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾ പോലും CPM ഓഫീസിൽ നിന്ന് അവര് പാർട്ടിയുടെ പ്രവർത്തകര്, അവരുടെ ഭാര്യമാര്, അവരുടെ മക്കളാണ് താൽക്കാലിക ജോലി ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ എതിർത്തല്ല. ഞങ്ങൾ MLAയോട് ഞങ്ങൾ വീണ്ടും INTUC തൊഴിൽ കൊടുക്കണം, തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണം, അതിനുവേണ്ടി നടപടി എടുക്കണം എന്ന് പറയുന്ന സമയത്ത് പോലും MLA പറയുന്നത് വേണ്ട എന്നാണ്. അത്രയും അവരെ സംരക്ഷിക്കുക, തൊഴിൽ ചെയ്ത് പോട്ടെ എന്ന് പറയുന്നത്. പക്ഷെ ഈ തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നത് ശക്തമായി എതിർക്കുന്നത് INTUC
ആറ് ലെറ്ററിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതൊക്കെ ലെറ്ററുകളുണ്ട്. ഇപ്പം തൊഴിൽ പോകുമെന്ന് കുറച്ച് ആളുകൾക്ക് പേടി വന്നു. CPM ആളുകൾ അവിടെ CPM റെക്കമെൻഡേഷൻ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. ആ ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ അവരുടെ ആളുകൾക്ക് അവരുടെ പ്രവർത്തകർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ടാണ് ശക്തമായിക്കൊണ്ട് INTUC ആവശ്യപ്പെടുന്നത് താൽക്കാലിക ജീവനക്കാരായിക്കൊണ്ട് CPM കയറ്റിയ ആളുകൾ മുഴുവൻ ഇറക്കി വിടണമെന്ന് INTUC ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ അധികാരത്തിന് ശേഷം കോൺഗ്രസ്സുകാരായ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും അവരെ നിർത്തിയിട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും അവിടെ ജോലി ചെയ്യുന്നു. ഒരു ദിവസമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. MLA ആരെയും കൂടുതൽ ഇറക്കി വിടാനോ അതിനൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇതൊരു അവർ ജോലി പോകുമെന്ന കാര്യത്തിൽ ആരും അറിയാത്ത ഞാൻ അവർ ഭയപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന ഒരു സമരങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോമേഷ് തോമസ്, TMS ആസിഫ്, PP നജീബ്, K ബാലൻ, റഹീം ചോലയിൽ എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.